ബാലു എന്റർടൈൻമെന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് SNSL ഫിലിംസ് ഒരു സിനിമ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. തഗ് എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ റിലീസ് കഴിഞ്ഞു. അത്യാവശ്യം ബിസിനസ് ഒക്കെ ആയി. ഞങ്ങൾ OTT റിലീസ് നെക്സ്റ്റ് വീക്കിലേക്ക് വെച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ചിത്രം അനൗൺസ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പുതിയ സിനിമയിലേക്ക് കടക്കുകയാണ്. അടുത്ത മാസമാണ് ഷൂട്ട്. എക്സാക്ട് ഡേറ്റും പൂജ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സഹകരണം എല്ലാത്തിനും ഉണ്ടാവുമെന്നറിയാം. ആ കാര്യങ്ങൾ പിന്നാലെ അറിയിക്കാം. ഈ സിനിമയെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറക്ടർ ശ്രീ ബാലു എസ് നായർ സംസാരിക്കും. ഇതില് ഇപ്പോ പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുള്ളവരാണ് മീഡിയാസ് എല്ലാവരും എന്നറിയാം. ശ്രീ ബിപിൻ ബ്രോ ഞാൻ പരിചയപ്പെടുത്തുന്ന ആവശ്യത്തില്ല. ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാനത്ത് ഞങ്ങൾ കാണുന്ന ഒരാള് ഞങ്ങളുടെ സിനിമയുടെ ഒരു പാർട്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ബാലു എസ് നായർ. ഞങ്ങളുടെ സിനിമയുടെ ഡയറക്ടറാണ്. പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉടമസ്ഥൻ കൂടിയാണ്. ശ്രീ ജഗൻ ബാപ്പച്ചൻ ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പൊ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. കൂടാതെ അപ്പൊ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നതോടൊപ്പം തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടിക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാ മീഡിയാസിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ ടീമിലെ വലിയൊരു ഗ്യാങ് പിന്നിലിരിക്കുന്നുണ്ട്. ശ്രീ സക്കറിയ, ശ്രീ CM ജോർജ്, ശ്രീ ദേവി പ്രസാദ്, അതുപോലെ തന്നെ ശരത്ത് പാലാട്ട്, ഞങ്ങളുടെ ആക്ട്രസ് ആതിര, ഫാമിലി, ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാളൂസ്, ഒപ്പം മീഡിയയുമായിട്ട് സഹകരിക്കാമെന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നു. വരും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു പ്രസ് മീറ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പ്രസിനോട് സംസാരിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം രാജേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പുതിയൊരു അനൗൺസ്മെന്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലൊരു ഒരു കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ആയിട്ടല്ല നമ്മൾ ഇന്നൊരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. നമ്മളൊരു യൂണിവേഴ്സ് ആണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 സിനിമകളുള്ള ഒരു ട്രൈലജി, അതായത് 3 സിനിമകൾ ഉള്ള ഒരു യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ യൂണിവേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തില് അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വെഞ്ചറാണ്. അതിൽ 3 സിനിമകൾ. അതിൽ 1ാമത്തെ സിനിമയാണ് ഇപ്പൊ രാജേട്ടൻ പറഞ്ഞ പോലെ അടുത്ത മാസം ചിത്രീകരണം ആരംഭിക്കുന്നത്. വീണ്ടും ഒരു കറക്ഷൻ കൂടെ ഉണ്ട്. പ്രതീക്ഷിക്കുന്നു എന്നുള്ളതല്ല, വിപിൻ ചേട്ടൻ നമ്മുടെ 3 സിനിമകളുടെയും ഒരു വലിയ ഭാഗം തന്നെയാണ്. രാജേട്ടൻ പറഞ്ഞല്ലേ, ഞങ്ങളുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ഒരു എന്താ പറയാ, ഞാനെപ്പം സംസാരിച്ചാലും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളും കൂടെയാണ് വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടന്റെ ഒരു പ്രസൻസ് നമ്മുടെ പടത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. പിന്നെ ഒരു യൂണിവേഴ്സ് ആയിട്ട് വന്നപ്പോഴത്തേക്കും 3 സിനിമയിലും വിപിൻ ചേട്ടന്റെ പാർട്ട് ഉണ്ട്. അതില് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്ന സിനിമയിലായിരിക്കും വിപിൻ ചേട്ടൻ സെൻട്രൽ ക്യാരക്ടറിൽ എത്തുന്നത്. ബാക്കി ഇപ്പം അതിന്റെ റിലവൻസും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതൊരു യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ അറിയാലോ അതിന്റെ ഒരു ഇത്. പിന്നെ നമ്മുടെ പടത്തില് മറ്റ് കഥാപാത്രങ്ങളും മറ്റ് അഭിനേതാക്കളും പതുക്കെ നമ്മൾ റിവീൽ ചെയ്യാനുള്ള രീതിയിലാണ് പോകുന്നത്. എന്തായാലും ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള പരിപാടിയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ സിനിമാറ്റിക് യൂണിവേഴ്സിന് നമ്മള് പേര് ചെയ്തിരിക്കുന്നത്, അതിന് നമ്മളിപ്പോ MCU എന്നൊക്കെ പറയുന്നത് പോകുന്നില്ല. നമ്മൾ ഭൂത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബാലൂസ് ഹൊറർ യൂണിവേഴ്സ് ട്രൈലജി. 3 പാർട്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഭൂത് എന്നാണ് നമ്മൾ അതിനെ ഷോർട്ടായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് മൂവി, അതിന്റെ പേര് പറയാൻ ഇവിടെ ഞങ്ങളുടെ ജ്യേഷ്ഠനായിട്ടുള്ള ഞങ്ങളുടെ ബിപിൻ ചേട്ടനെ തന്നെ ഞാൻ നിയോഗിക്കുകയാണ്. അപ്പോൾ നമസ്കാരം. വീണ്ടും ഒരു സിനിമയുടെ വെഞ്ചറുമായിട്ട് ഞാൻ പുതിയ കുറച്ച് സൗഹൃദമായിട്ട് കൂടിച്ചേരുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ്. അതില് ബാലു പറഞ്ഞ പോലെ, ബാലു എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം എന്താ സംഭവം എന്ന് വെച്ചാൽ, ചേട്ടാ ട്രയോളജിയാണ്, 3 സിനിമ ഒരുമിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത്, ഇത് ആദ്യമായിട്ടാണ് മലയാളത്തിൽ ലോഞ്ച് ചെയ്തത് ഈ 3 സിനിമകളും. അതായത് ഓരോ സിനിമകളും അതിൻ്റെതായ കണക്ഷൻ ഉണ്ടാവും. അതിലെ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ടാവും, ഈ സിനിമയിലെ കണക്ഷൻ അടുത്ത സിനിമയിലുണ്ടാവും. അങ്ങനെയുള്ള രീതിയിലാണ് ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കഥയുടെ രീതികളൊക്കെ കേട്ടു.
രസകരമായിട്ടുണ്ട്. അപ്പോൾ ഇവര് അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് പൂജ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അതിനു മുമ്പ് ഈ 3 സിനിമകളുടെയും ടൈറ്റിൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവർ എന്നെ ഇവിടെ ക്ഷണിച്ചത്. അത് ഞാൻ ആദ്യത്തെ സിനിമ, ആദ്യത്തെ ഈ പറയുന്ന ഹൊറർ ബേസ് ചെയ്ത സിനിമയാണ്. ബൂത്ത് എന്നുള്ള ടൈറ്റിൽ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അത് ഫുൾ നെയിം പറഞ്ഞതും കൂടി ബാലൂസ് ഹൊറർ യൂണിവേഴ്സ് ട്രയൽസ്. അതെ, അത് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ബാലുവിനെ കൂടി എന്നെ പറയിപ്പിച്ചത്. അപ്പോൾ ആ ട്രയോളജിയിൽ ഞാനും ചെറിയൊരു പാർട്ടാവുകയാണ്. ചെറിയല്ല, അത്യാവശ്യം വലിയ പാട്ട് തന്നെ ആവുന്നുണ്ട്. അപ്പൊ അതിലെ ആദ്യത്തെ സിനിമയുടെ പേരാണ്, അതൊരു വുമൺ ഓറിയന്റഡ് സിനിമയാണ്. അപ്പൊ ഹീറോയിൻ ആയിരിക്കും ആ പടത്തില് പ്രാധാന്യം. ആ സിനിമയുടെ പേരാണ് തെക്കിനി. തെക്കിനിയാണ് ആദ്യത്തെ ഹൊറർ സബ്ജക്റ്റ് ആയിട്ട് ഇവര് യൂണിവേഴ്സിലെ ഫസ്റ്റ് സിനിമയായിട്ട് പുറത്തിറക്കാൻ പോകുന്നത്. അതിന്റെ ഷൂട്ടാണ് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സിനിമയിലാണ് ഇവര് എനിക്കുള്ള, ഈ തെക്കിനിയിലും എന്റെ പാർട്ടുണ്ടാവും, രണ്ടാമത്തെ സിനിമയിലാണ് ഇവര് എനിക്കുള്ള ലീഡ് റോള് വെച്ചിരിക്കുന്നത്. ആ സിനിമയുടെ പേരാണ് ഒരു ഗസറ്റഡ് യക്ഷി. അതൊരു ഹ്യൂമർ ഹൊറർ സബ്ജക്റ്റ് ആണ് അല്ലെ, അതൊരു ഹ്യൂമർ ഹൊറർ സബ്ജക്റ്റ് ആണ്. അടുത്തത് കുറച്ചും കൂടി ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്, മൂന്നാമത്തെ ഇവരുടെ ലാസ്റ്റ് എൻഡഡ് വേർഷൻ. അത് മറുതക്കാവ് എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പൊ ഈ 3 സിനിമയും ഇദ്ദേഹത്തിന്റെ തലയിൽ, അതായത് ഈ കൺസെപ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ട്രയോളജി ഇറക്കാം എന്നുള്ള കൺസെപ്റ്റ് തന്നെ ബാലു പറയുകയും അതിനൊപ്പം നിന്ന ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതൊരു പുതിയൊരു അനുഭവം ആവട്ടെ, മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു അനുഭവം ആവട്ടെ. അപ്പോൾ എൻ്റെ എല്ലാ സിനിമകളും പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ എല്ലാവരും ഈ സിനിമയ്ക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ നമസ്കാരം. ഒരുപാടൊന്നും പറയാനില്ല. നിങ്ങളുടെ ഫസ്റ്റ് മൂവി നിങ്ങളെല്ലാവരും കണ്ടു കാണും. നിങ്ങളെല്ലാം വന്ന് പ്രൊമോഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു. എല്ലാവർക്കും നന്ദി പറയുകയാണത്. ഇപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഒരു വെഞ്ചറാണിത്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല സഹകരണം ആവശ്യമാണ് ആദ്യം. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഒരു പ്രതിനിധികളായിട്ട് ഇവിടെ ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീം വർക്ക്, ഞങ്ങളൊരു 6 പേര് മെയിനായിട്ടും, പിന്നെ ബാക്കിയുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ അവരിപ്പോൾ ഇന്നിവിടെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു നല്ല ഒരു പടമായിരിക്കും. നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും, സിനിമകളായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്ഥിരം ഹൊറർ മൂവിയുടെ ഒരു പാറ്റേൺ വിട്ടിട്ട് ഒരു പുതുമ നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. ഇല്ല, തെക്കനിലെ എന്തായാലും ഒരു എന്താ പറയുക, നായിക പ്രാധാന്യമുള്ള സിനിമയായിരിക്കും. മലയാളത്തിലെ പ്രഗത്ഭയായ പ്രമുഖയായ ഒരു നടി തന്നെയായിരിക്കും നായിക കഥാപാത്രം. ആ ഫീമെയിൽ സെൻട്രൽ ക്യാരക്ടർ ആരാണെന്നുള്ളത് നമ്മൾ പൂജയിലേക്ക് വെച്ചിരിക്കുകയാണ് റിവീൽ ചെയ്യാൻ. പിന്നെ മറ്റു കഥാപാത്രങ്ങളായിട്ട് ഒത്തിരി നമ്മുടെ ലീഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും എനിക്കിപ്പോ ഓരോന്നായിട്ട് നമ്മൾ ഒരു ഷെഡ്യൂൾ റിവീൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കും. 10ഓളം പുതുമുഖങ്ങൾ നമ്മുടെ ഈ ഒരു പലതും കാണുന്നൊന്നുമില്ല. കണ്ടാ കണ്ടു. വേറെന്താണ് പിന്നിന്റെ പ്രേതാണോ? ഇവിടെ എനിക്ക് മനുഷ്യരായിട്ട് ജീവിച്ചിട്ട് പറ്റണില്ല. വിജയന്റെ ക്യാരക്ടർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ്. വിജയന്റെ ക്യാരക്ടറിന്റെ പേരും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പേരായിരിക്കും. അതായത് ആ പേര് ഞാൻ ഇതൊരു വിജയനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്, അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. വിജയനോട് ഞാൻ ക്യാരക്ടർ നെയിം പറഞ്ഞിട്ടില്ല. എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിന്റെ മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പക്ഷെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സർപ്രൈസ് എല്ലായിടത്തും കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ. കാണുന്ന ഓഡിയൻസിന് കിട്ടുമായിരിക്കും. വൈകാതെ തന്നെ എന്തായാലും പൂജ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആ പൂജയിൽ നമ്മൾ ആരാണ് അഭിനേതാക്കളെന്നും കൃത്യമായ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ റിവീൽ ചെയ്യുക എന്നുള്ള ഒരു സർപ്രൈസ് ആയിട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾ ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നത് സർപ്രൈസ് അനൗൺസ്മെന്റ് എന്നാണ് പറഞ്ഞത്. ഇത് പെട്ടെന്ന് തീരുമാനിച്ചാണ്. ഇന്നലെ ഡിസൈഡ് ചെയ്തു. വളരെ തിരക്കിടയ്ക്കായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ അത്യാവശ്യം നിന്നിട്ടും ഇതിനുവേണ്ടി വന്ന് നമുക്ക് ഒരു അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ പോസ്റ്റർ റിവീലിന് വേണ്ടി മാത്രം വന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ബാക്കി ഇവന്റ്സിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ആണ്. ആ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാ ഇവന്റ്സിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം.
പൂർണ്ണമായ സഹകരണം വേണം. ഒട്ടും വൈകാതെ മേ ബി ഈ മാസം തന്നെയാണ് ഒരു വലിയൊരു പൂജ പരിപാടി സംഘടിപ്പിച്ചിട്ട് ക്യാരക്ടേഴ്സും കൃത്യമായ ആക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നത്. ഇപ്പൊ നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ തെക്കിനി എന്ന് പറയുന്ന ഒരു പടത്തിന്റെ പോസ്റ്റർ റിലീസും ഭൂതം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ അനൗൺസ്മെന്റുമാണ് മെയിൻ ഉദ്ദേശം. അതാണ് കേട്ടോ ശരിക്കും വാർത്തയായിട്ട് കൊടുക്കേണ്ടത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഹൊറർ യൂണിവേഴ്സ് വരികയാണ്, ഒരു 3 സിനിമ ഒരുമിച്ച് വരികയാണ്. അതിന്റെ കാര്യമില്ല, അതാണ് അതിന്റെ നമ്മുടെ ഇന്ന് വിളിച്ചേക്കണ അതിന്റെ ഉദ്ദേശം അതാണ്, സതുദ്ദേശം അതാണ്. എനിക്ക് മലയാളത്തിൽ 3 സിനിമ ഒരുമിച്ച് അനൗൺസ് ചെയ്യുന്നത് അനൗൺസ്മെന്റ് ഇനി ട്രയോളജി പോലെ ട്രയോളജി പോലെ വന്നിട്ടുണ്ട്. ബാലുവിന്റെ ശരിക്കും പറഞ്ഞ തുടക്കം എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് ശരിക്കും അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ അടുത്ത ഒരു 3 പടം ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ശരിക്കും ഇപ്പം ആദ്യത്തെ പടത്തിൽ നിന്ന് അതായത് മനസ്സിലായ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് അനുഭവങ്ങളുടെ ഇതും ചില കൈപ്പേറിയ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ശരിക്കും മലയാള സിനിമയിൽ ഇപ്പം ഒരു സിനിമ എടുക്കുക, അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പോണം. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് ഹാർഡ് വർക്ക് എപ്പോഴും നമുക്ക് റിസൾട്ട് തരും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബിബിൻ ചേട്ടൻ. എല്ലാ ബിബിൻ ചേട്ടനിലേക്ക് പറയുന്നതല്ലോ, ഞാൻ പറയുന്നത് നമുക്കിപ്പോ ഈ കൂട്ടത്തിൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് ബിബിൻ ചേട്ടൻ. ആ ഒരു ഹാർഡ് വർക്ക് ഞങ്ങളുടെ ടീം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഞങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഞങ്ങൾക്കുണ്ടായ പോരായ്മകളും ഞങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു ക്രിയേറ്റീവ് കോണ്ടന്റ് നമ്മൾ ഓഡിയൻസിന്റെ മുന്നിലേക്ക് വെക്കുമ്പോഴത്തേക്കും പോസിറ്റീവ്സ് മാത്രമായിരിക്കണം വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. പോസിറ്റീവ്സും വരും, നെഗറ്റീവ്സും വരും. അത് ഇപ്പം എൻ്റെ ആദ്യത്തെ പടത്തിനും വന്നിട്ടുണ്ട്, ടഗിനും വന്നിട്ടുണ്ട്. നെഗറ്റീവ്സിന് ഈ പറഞ്ഞ പോലെ അവർ പറയുന്നതിൽ കൺട്രോളെന്ന് പറയുന്ന കാര്യങ്ങൾ എടുക്കുകയും തിരുത്താൻ ഞങ്ങൾ തയ്യാറുമാണ്. എന്നാൽ ഒരു കാര്യമില്ലാതെ വിമർശിക്കുന്നവരുടെ അത് അങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും, അത് വേറെ കാര്യം. പിന്നെ ബ്രോ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഗ്യാപ്പാണ്. പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതിന് പുറകെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ ഇതിന് മുമ്പ് ഈ തഗ്ഗിനൊക്കെ മുമ്പ് ഈ സബ്ജക്റ്റിനെ പറ്റിയും ഇങ്ങനെ ഒരു ആശയത്തെ പറ്റിയൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് മറതയാണ് ഇതിന്റെ ഈ 3ാമത് വരാൻ പോണ സിനിമയാണ് ഞങ്ങൾ ആദ്യമേ ചിന്തിച്ചു വന്നിരുന്നത്. പിന്നെ അത് ഒരു യൂണിവേഴ്സ് ആയിട്ട് ചിന്തിച്ചു വന്നപ്പോഴാണ് മറ്റുള്ള ത്രെഡുകൾ വന്നത്. അത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ വെച്ച ശേഷം ഈ ഒരു യൂണിവേഴ്സിലേക്ക് കടക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ തഗ്ഗിന് ശേഷം ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഇത് പ്രൊജക്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ എന്തെങ്കിലും കഥയിൽ ഉൾപ്പെടുത്തണം എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്റ്റോറി വൈസ് ഈ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കാം? ജോണർ തന്നെയാണ് 3 സിനിമയുടെ ജോണർ. ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര എപ്പോഴും നമുക്ക് ഞാൻ പറയാം ഹൊറർ കോമഡി. ഒന്ന് സൈലന്റ് ആക്കിട്ടോ പ്ലീസ്. ഓക്കെ, 3 സിനിമയുടെയും ജോണറുകൾ തന്നെയാണ് നമ്മളുടെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മലയാളത്തില് ഹൊറർ കോമഡി അല്ലെങ്കിൽ ഹൊറർ സബ്ജക്റ്റുകൾ തന്നെ വളരെ ചുരുക്കമാണ് സംഭവിക്കാറ്. ഹൊറർ കോമഡി എന്ന് പറയുന്നത് വല്ലപ്പോഴുമാണ് വരുന്നത്. അത് മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാതുകൊണ്ട് ഇതും അക്സെപ്റ്റ് ചെയ്യട്ടെ. ഫസ്റ്റ് മൂവിയെ സംബന്ധിച്ചിടത്തോളം ടൈം ട്രാവൽ എന്ന് പറയുന്നത് മലയാളികൾ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അല്ലെങ്കിൽ ഫാന്റസി സിനിമകൾ തന്നെ കുറച്ചാണുള്ളത് വരുന്നത്. അപ്പൊ അത് തന്നെയാണ് കഥയിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന പുതുമ എന്ന് പറയുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റും പിന്നെ പറഞ്ഞ പോലെ എന്താ പറയാ അതിന്റെ ജോണറാണ്. ഇതുവരെ നമ്മൾ മലയാളികൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇതുവരെ മലയാളത്തിൽ ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ട്, അത് ഓഡിയൻസിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. ധ്യാൻചേട്ടൻ ഇതുവരെ ഓൺ ബോർഡ് ആയിട്ടില്ല. അതായത് ഞങ്ങള് കാസ്റ്റിംഗിലാണ്. അപ്പം തെക്കിനിയില് ഞാൻ മരിച്ചിടാൻ സാധ്യതയുണ്ട്. ബിബിൻ ബ്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ടീം ഇവര് പറഞ്ഞ പോലെ 8 വർഷത്തെ ഒരു കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ആദ്യത്തെ സിനിമ ഇറങ്ങി. അതുപോലെ ഒരു ഒത്തിരി ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു പരിധിവരെ ഇവര് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവരോട് ഈ സഹകരിച്ചു തുടങ്ങുമ്പോ എത്രത്തോളം അതായത് അവരുടെ ആ എഫേർട്ടിനെ മനസ്സിലാക്കിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഇവര് മാത്രമല്ല ബ്രോ, സിനിമയായിട്ട് വരുന്ന എല്ലാ ആളുകളും കഷ്ടപ്പെടാതെ ഒരാൾക്കും ഒരു സിനിമയും കിട്ടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്, കുഞ്ഞു കഷ്ടപ്പാടല്ല അത്. ഒരാള് നമ്മള് ഒരു കഥ നമ്മുടെ ഉള്ളിലായി
അത് നമ്മൾ ഉറക്കമില്ലാതിരുന്ന് അത് എഴുതി ഫുള്ളാക്കി തീർത്ത് ഒരുപാട് ആളുകളെ വായിച്ച് കേൾപ്പിച്ച് ആർട്ടിസ്റ്റുകളുടെ പുറകെ നടന്ന് ഡേറ്റ് വാങ്ങി, അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രൊഡ്യൂസറെ കണ്ട് അവരുടെ കുറേ പേരെ കൺവിൻസ് ചെയ്ത് അപ്പോൾ അവർ പറ്റില്ല ഇവർ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓടി 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 അതിനൊരു വലിയൊരു തപസ്യ തന്നെ വേണ്ടുണ്ട് സിനിമ. ആ സിനിമ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഇറക്കി അത് വിജയിക്കുകയോ ജയപരാജയങ്ങളല്ല. ഞാൻ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, ജയപരാജയങ്ങളിലേക്കാൾ ഉപരി നമ്മുടെ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളും ഇപ്പൊ ഈ ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങളെ നന്നായിട്ട് കവർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറി കാർഡ് തീർന്നു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ കോമഡി പറഞ്ഞല്ല, പക്ഷെ നിങ്ങളത് മനഃപൂർവ്വം അല്ലല്ലോ, നിങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷെ മെമ്മറി കാർഡ് പോയി. അത്രേ ഉള്ളൂ. ഇത് എല്ലാവരും അവരവരുടെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തീർന്നിരിക്കുകയാണ്. കണ്ട ഞാൻ പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരുടെ ലൈഫിലേക്ക് സ്വയം എടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ലത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. ചിലപ്പോ ഇതാവും. ഇവരുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഇപ്പൊ നമ്മൾ എന്നെയും വിഷ്ണുവിന്റെ ഒക്കെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് പുതിയ ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് അഭിനയിക്കാൻ നോക്കും. അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സജഷനായിട്ട് പറഞ്ഞു നോക്കും. അതിന്റെ കൂട്ടത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മനസ്സിലായില്ലേ? വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മള് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ നമുക്ക് ഓർത്ത് തോപ്പിക്കാനും പറ്റത്തില്ല അല്ലേ? അവര് അത് എന്തൊക്കെ ആര് കുറ്റം പറഞ്ഞാലും അവൻ പണിയെടുത്തോണ്ട് വിജയം പോകണ്ടിട്ടെന്ന് പറയും. ഓക്കെ, ഈ പറഞ്ഞ ടൈം ട്രാവല് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ശരിക്കും വിജയന്റെ ഒരു ടൈം ട്രാവലില് ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മൾ ഈ ടൈം ട്രാവലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി പുറകെ പോകുന്നതെന്ന് പറയാം. അപ്പൊ അത് എന്താ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാമോ? അപ്പനുണ്ടായിരുന്ന കാലത്തേക്ക് തിരിച്ചു പോയാൽ നല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിനും ഞാൻ വളരെ 99, നിങ്ങൾക്കറിയില്ല, ഞാൻ ഒരു കാര്യത്തിലൊരു പരാതി പറയാത്ത ആളാണ്. ജീവിതത്തിൽ കിട്ടിയ എല്ലാ കാര്യവും വളരെ സന്തോഷത്തോടെ ബോണസായിട്ട് കാണുന്ന ആളാണ്. എനിക്ക് ഈ നിമിഷം പോലും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു, അങ്ങനെ പറയുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇപ്പം ഇനി എൻ്റെ പുതിയ വീട് ഞാൻ ചേരാനൊരു വെക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ പരതാമസമൊക്കെ വരാൻ പോവാണ്. എപ്പോഴും അതിന്റെ ഓരോ ഘട്ടത്തിലേക്ക് അടുത്തപ്പോഴും ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നത് എൻ്റെ അപ്പനാണ്. അപ്പൊ ആ അപ്പന്റെ ആ സമയത്തേക്ക് വന്നിരുന്നെങ്കിൽ അപ്പൻ ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അപ്പൊ ചെയ്തു കൊടുക്കുന്നത്. അതാണ് എൻ്റെ ടൈം ട്രാവൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നെ ടൈം ട്രാവലർ ഇതാണെങ്കിലും സിനിമ ഞങ്ങള് ആദ്യം മലയാളത്തിലെ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ റിലീസായിട്ടില്ല. സിനിമ റിലീസാവും. ഞാൻ വിഷ്ണു കൂടി ഒരു മരതകം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അത് ടൈം ലൂപ്പാണ്. അത് ആൻഡ്രോചേട്ടനൊക്കെ ആയിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ആ സിനിമ എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. കാരണം അത് കൊറോണ സമയമില്ലേ, ആ സമയത്ത് ചെയ്തതാണ് ഫസ്റ്റ് ടൈം ലൂപ്പ് പരിപാടി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.